നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിത് ഇന്ന് വന്നേക്കുന്നത് ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്ത ഒരു ടോപ്പാണ്. യോക്ക് കട്ടിങ്ങൊക്കെ ചെയ്തിട്ടുള്ളതാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഈ മെറ്റീരിയൽ വെച്ചിട്ട് യോക്കിലൊരു വീനക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 8 ഇഞ്ച് വീതിയിലും ഒരു 13 ഇഞ്ച് നീളത്തിലും 13-13.5 ഇഞ്ച് നീളത്തിലും ഞാനൊരു സ്റ്റിഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നെക്ക് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ വീനെക്കാണ് ചെയ്യണത്. അപ്പോൾ ഒരു 6.5 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വൈഡുമായിട്ട് 3.25 ഇഞ്ച് വൈഡിലും ആണ് ഞാൻ ഈ നെക്ക് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ കറക്റ്റ് ഇതിങ്ങനെ വെച്ചൊന്ന് വരച്ചിട്ട് പിന്നെ ഒരു ചെറുതായിട്ടൊരു വൈഡും ചെയ്ത് കൊടുത്തിട്ടുള്ള വി ആയിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ കറക്റ്റ് വി അല്ല, ഒരു ചെറുതായിട്ടൊരു വൈഡും കൂടി കൊടുത്തുള്ളൊരു വി ആയിട്ടാണ് ചെയ്യുന്നത്. കറക്റ്റ് വിയിൽ ചെയ്യുമ്പോൾ കഴുത്ത് ശരിക്കും ഒതുങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ ഇവർക്കുള്ള കഴുത്ത് അത്രയും ഒതുങ്ങി വേണ്ട, ഇച്ചിരി വൈഡ് പോലെ വന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വൈഡാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഇത് തേച്ച് ഒട്ടിച്ച് കൊണ്ടുവരാം. അപ്പോൾ എന്നിട്ട് വേണം ഇനി ബാക്കി ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് യോക്കിലും കയ്യിലും കൊടുത്തിട്ടാണ് ഇത് ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ ഇത് ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അരികൊന്ന് മടക്കി അടിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് യോക്കിലേക്ക് ഇത് വെച്ച് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ നെക്കിന് വേറെ സെപ്പറേറ്റ് പീസൊന്നും കൊടുക്കാൻ നടക്കണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അരികൊന്ന് മടക്കി അടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലീറ്റ് ഇടണമുണ്ട്, എന്നാൽ സൈഡിൽ സ്ലിറ്റും ഇട്ട് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. യോക്കിൻ്റെ ഭാഗം മാത്രം ഫ്ലീറ്റ് കൊടുത്തിട്ട് പിന്നെ സ്ലിറ്റ് കറക്റ്റ് നമ്മൾ സാധാ ടോപ്പിന് സ്ലിറ്റ് ഇടുന്ന പോലെ തന്നെ സ്ലിറ്റും ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതൊരു നെറ്റിൻ്റെ പീസാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കൊടുക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് നമുക്ക് ചീത്ത ഭാഗത്ത് വെച്ച് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെൻറ്റർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ വെച്ചിട്ട് മുട്ട് സൂചി എന്തെങ്കിലും കുത്തി കൊടുത്ത് ചെയ്യണതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ അടിയിൽ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് റിസ്ക് ഇല്ല, പെട്ടെന്ന് തെന്നി മാറിപ്പോയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനത് ബാലൻസുള്ള പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതേ നടുക്കും ഇടക്കൊക്കെ ഒരേ കട്ടിങ് കൊടുത്ത് മറിച്ചെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൊടുത്ത് നമ്മൾ ആദ്യം തന്നെ മടക്കി അടിച്ച ഭാഗത്തോടെ കറക്റ്റായിട്ട് വലിച്ച് പിടിച്ച് ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുത്താൽ അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങും ഈ ഡിസൈനും ഒപ്പം കഴിഞ്ഞ് കിട്ടൂല. അപ്പോൾ നമുക്ക് നെക്ക് ഹെമ്മിങ് ചെയ്യാനൊന്നും നടക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതേ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരികത്തോടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം. ഇനി ഇതിന് 2 ഷോ ബട്ടണൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഞാനിതിന് ഷോ ബട്ടണൊന്നും കൊടുക്കണില്ല. അപ്പം ഇനി നമുക്ക് ഈ യോക്കിൻ്റെ ഭാഗത്ത് നമുക്ക് അടിഭാഗം വെച്ചിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഷോൾഡറൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിത് ഈ പാവാട പീസ് താഴേട്ടുള്ള പീസ് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചെറുതരം ഫ്ലീറ്റാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അളവ് നോക്കിയിട്ട് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് നമുക്ക് എന്തോരം ഒരേ ഭാഗത്തേക്കും ഫ്ലീറ്റ് വേണമെന്ന് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് അത് അഴിക്കാൻ നടക്കണ്ട കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഫ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ തുണി കുറവായാൽ പിന്നെ അത് രണ്ടാമത് അഴിച്ച് പണിയാൻ നടക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് ഇനിയിപ്പോൾ അത് ഈ യോക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണം. അപ്പോൾ ബാക്കി സ്റ്റിച്ചിങ്ങൊക്കെ ഇതിൻ്റെ മറ്റേ നമ്മൾ സാധാ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന ടോപ്പ്
സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെയാണ്. നമ്മുടെ ഈ ഫ്ലീറ്റിങ് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളൂ. അപ്പോൾ ഞാനത് മാത്രമാണ് കാണിക്കണുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് മുമ്പും മറ്റേ ചുരിദാറുകളൊക്കെ സ്റ്റിച്ച് ചെയ്യണത് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം ഇടണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കണുള്ളൂ. അപ്പോൾ അതേ ഫ്രണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബാക്കി ഷോൾഡറും കൂട്ടി കൈയൊക്കെ അടിച്ച് നമുക്ക് മറ്റുള്ളതൊക്കെ ചെയ്യണ പോലെ തന്നെ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേതാണ് നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ലാസ്റ്റ് വന്നേക്കണത്. അപ്പോൾ ഈ മെറ്റീരിയൽ സൈഡ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ബോട്ടവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഈ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ബോട്ടായിട്ട് ചെയ്തേക്കണത്, സൈഡിൽ ചെറിയ ഓപ്പണൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പോക്കറ്റും വച്ചിട്ടുണ്ട് ഈ പാൻറ്റിന് ഞാൻ. അപ്പോൾ ഇനി അടുത്ത ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.